ചെറിയ രീതിയിൽ സമ്മറൊക്കെ തുടങ്ങി വരുന്നു. കണ്ട പൂക്കളൊക്കെ വിരിഞ്ഞണ്ട. ലോല കിടന്ന് ഓട്ടം തുടങ്ങി. ലോലയുടെ ആദ്യത്തെ സമ്മറാണ്. പിന്നെ ഗാർഡനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ലോലയ്ക്കാണെങ്കിൽ ഭയങ്കര കുത്തക്ക ഇല്ല അതിൻ്റെ പഞ്ഞിയെല്ലാം എടുത്ത് കളഞ്ഞ് കണ്ടോ കുത്തക്കട. അടുത്ത പൂ കാണിച്ചു തരാം. ഇത് കണ്ട അടിപൊളി. ഇനി ഇവിടെ ഗാർഡൻ മൊത്തം നല്ലൊരു പണിയുണ്ട്. ഇതാ നമ്മളെ ഗാർഡൻ്റെ അവസ്ഥ. ചെറിയാണ്, ചെറിയിലൊക്കെ തിളർത്തൊക്കെ വരുന്നുണ്ട്. ചെറിയാണ്, ചെറിയ തിളർത്ത് വരും. ഓല എല്ലാവരും കൂടി ഓലയാണ്. അതിന് നല്ല 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 പണിയാണ് ശരിക്കുണ്ട്. ഗ്രാസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ ക്ലീനിങ് ഉണ്ട്. മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രാസ് വെട്ടാൻ പറ്റത്തുള്ളൂ. ഇന്നലെ നല്ല വെയിലായിരുന്നു. ഇന്നൊരു പന്തരിപ്പ്. ഇനി ഈ വീക്കെൻഡിൽ വല്ലതും ഒന്ന് ഗാർഡനിൽ ഇറങ്ങും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗാർഡൻ്റെ അവസ്ഥ. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടാലും എത്രത്തോളം നല്ല രീതിയിൽ കിടക്കുമെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. നമ്മളിവിടെ ലോല ഉള്ളതുകൊണ്ട് കുറച്ച് കുട്ടക്കിടക്ക ലോലയ്ക്ക് കൂടുതലാണ്. അതൊക്കെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ പൊട്ടിച്ചിട്ടാക്കി അതെല്ലാം പൊട്ടിച്ച് തുടങ്ങി. മുന്തിരി ഉണ്ടോ? മുന്തിരിയെല്ലാം ഉണങ്ങിയതായിട്ടിരിക്കണം. ഇനി അത് റെഡിയായി വരണം. ലോലയ്ക്ക് കണ്ണിനൊക്കെ ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. ഷാർപ്പ് ബ്രീഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ കൺപീലിയില്ലേ അതങ്ങ് അകത്തായി പോകും. എന്ന് വെച്ചാൽ ഇവരൊക്കെ സ്കിന്ന് കൂടുതലാണല്ലോ. ഈ സ്കിന്ന് വന്ന് താന്നിട്ട് ഈ കൺപീലി അങ്ങ് അകത്താവും. അങ്ങനെ അതൊക്കെ കാണിക്കാനായിട്ടും അതിൻ്റെയൊക്കെ ചെക്കപ്പായിരുന്നു. അപ്പോഴത്തെ അവർ കണ്ണെല്ലാം നോക്കി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ബ്രീഡിനുള്ളത് ഇങ്ങനത്തെ ഒരിതുണ്ട്. സ്കിന്ന് കൂടി വരും തോറും പിന്നെ അത് കൺപീലി അങ്ങ് അകത്തായി പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് കാണിക്കാം. മരങ്ങളൊക്കെ ഉണ്ട് നിൽക്കുന്ന. ഇലകളൊന്നും വന്നില്ല. എല്ലാം തിളിർത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ആ റോസയുടെതെല്ലാം കോതിക്കളയണം. എന്നാൽ മാത്രമേ നല്ലതായിട്ട് വരത്തുള്ളൂ. ആപ്പിളാണ്. ആപ്പിളിൽ തിളിർത്ത് ആപ്പിളിന് വരുന്നുണ്ട്. തിളിർത്ത് വരുന്നുണ്ട്. ചെടിയൊക്കെ എടുത്ത് മണ്ണൊക്കെ കളഞ്ഞ് അതിനെ പല വിധത്തിലാക്കി എല്ലാം നശിപ്പിച്ചിട്ടാക്കിയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെ വെച്ച് വയ്ക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. ഒരു തേനീച്ചയും കണ്ടതിനെ കുറച്ച് ചാടിക്കുന്നുണ്ട്. താമരയൊക്കെ അതുപോലെ നിൽപ്പുണ്ട്. ലോലയുടെ സ്കിന്ന് ഞാൻ കാണിച്ചു തരാം. ലോല കണ്ട ഇത് കണ്ട ലോലയുടെ സ്കിന്ന് ഇങ്ങനെയാണ്. ഉപയോഗിക്കണം.
ലോലയുടെ ഇതെന്ന് വെച്ചാൽ കുരുത്തക്കേട് കണ്ടുപിടിച്ചത് ലോലയാണ് എന്നുള്ള രീതിയിൽ കുരുത്തക്കേടാണ് ലോലയുടെ കയ്യിലുള്ളത്. എന്തോ വലിയ ഏതോ സംഭവം പിടിച്ച് വെച്ചാക്കുന്ന കണക്കാണ് വീതി കണ്ടാൽ ഇട്ട് കുടഞ്ഞ് കണ്ടോ നല്ലത് കാണിക്കുന്നു. ഞാൻ പുറത്തും കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദാഹം വരുമ്പോൾ പുറത്തുനിന്നാണ് കുടിക്കുന്നത്. സൂപ്പർ കളർ അല്ലേ, അടിപൊളി, നല്ല രസമായിരുന്നു. നമ്മൾ ഈ പൂ വിരിഞ്ഞിട്ടുണ്ട്, നല്ല റോസ പോലെ നിൽക്കുകയല്ലേ, നല്ല ഭംഗി, നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള So we leave this here. This is what we call entropion, the rolling in of the eyelids. So we do need surgery to correct that. I'll just find out how much that will be for you. And would we be able to trim her nails? Yeah, we can do that. So there's not too much that can be taken off there. It's just the little white bits at the end here. So you see where the pink stops, just there. That's pretty much as far as you can take it, just to the end. So it's only a tiny little bit. I don't think that she needs them done, but if you want us to take the tiny ends off, then you can do that. That's absolutely fine. So we're looking about 1,400.
Would it get worse if we do it later? So the risk of doing it later is the development of